വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പാഠങ്ങളാണ് ലോകം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരിക. പക്ഷേ ഈശോ കാണിച്ചു തരുന്നത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയൊക്കെ പാഠങ്ങളാണ്, ക്ഷമയുടെ പാഠങ്ങളാണ്, ക്ഷമിക്കുന്നതിൻ്റെ പാഠങ്ങൾ. അതുകൊണ്ടാണ് കർത്താവ് കുരിശിൽ കിടന്ന് പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. നല്ല കള്ളനോടും അതുപോലെ മുറിവേൽപ്പിച്ചവരോടൊക്കെ ഇൻ കേസ് മോശം കള്ളനോടും അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. കർത്താവിൻ്റെ വലിയ ഒരു പ്രാർത്ഥനയാണത്, അല്ലെങ്കിൽ ഒരു വലിയ ചിന്തയാണത്. എപ്പോഴും പഠിപ്പിക്കുമ്പോഴും ജനങ്ങളോട് സംസാരിക്കുമ്പോഴും ക്ഷമയോടും സ്നേഹത്തോടും കൂടി പെരുമാറുക. സ്നേഹന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ കൽപ്പനയും അതുതന്നെയാണ്. അപ്പം അതുകൊണ്ട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയൊക്കെ മേഖലകളിൽ നിന്ന് മാറി വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മൂല്യങ്ങൾ വളർന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നേടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം കാണിച്ചു തരുന്ന പകയുടേതല്ല, മറിച്ച് ദൈവരാജ്യം നമുക്ക് കാണിച്ചു തരുന്ന, ഈശോ നമുക്ക് കാണിച്ചു തരുന്ന സ്നേഹത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് അഭ്യസിക്കാം.